ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ ഹെന്ന എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് കാണുമ്പോൾ കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഹെന്നയുടെ പറ്റി ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് മൈലാഞ്ചി ചെടി ഉണ്ടെങ്കിൽ നമുക്ക് മൈലാഞ്ചി ഇല പറിച്ച് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. പച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അരച്ച് തലയിൽ തേക്കാം. പക്ഷേ പെട്ടെന്ന് തന്നെ ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മൈലാഞ്ചി ഇല എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി കരിയേപ്പിലയും, വീട്ടിലുള്ള കരിയേപ്പിലയാണെങ്കിൽ നല്ലതാണ്, പുറത്തുള്ളതാണെങ്കിൽ ഇച്ചിരി നേരം വെള്ളത്തിലൊക്കെ നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കാം. ഇച്ചിരി കരിയേപ്പിലയും കൂടി നമുക്ക് അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പറഞ്ഞാൽ ഹെന്നയുടെ കൂടെ യൂസ് ചെയ്യാം കരിയേപ്പില, അതുപോലെ തന്നെ ഉലുവ. അപ്പോൾ ഉലുവ നമുക്ക് പൊടിയാക്കിയിട്ട് അല്ലെങ്കിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ആ ദിവസം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ കറ്റാർ വാഴ ചേർത്ത് കൊടുക്കാം. വളരെ നല്ലതാണ് കറ്റാർ വാഴ. ഇതൊക്കെ നമ്മൾ ഹെന്നയുടെ കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് തലമുടിക്ക് നല്ലൊരു ഹെയർ ഗ്രോത്തും തിക്നെസ്സൊക്കെ കിട്ടും. അതുപോലെ തന്നെ ചെമ്പരത്തി ഇല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ തലമുടി നന്നായിട്ട് കണ്ടീഷൻ ആയിരിക്കും. തലമുടിക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, നല്ലൊരു തിക്നെസ് ഉണ്ടാവും. ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഹെന്ന ഉപയോഗിക്കുന്ന പല രീതിയുണ്ട്, കുറേ ഡിഫറെൻറ്റ് രീതികളുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ തലമുടിക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തൈര് ചേർത്ത് കൊടുക്കാം. തൈര്, പിന്നെ നമ്മൾ ഏത് എണ്ണയാണ് തലയിൽ യൂസ് ചെയ്യുന്നത് ആ എണ്ണയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഡ്രൈനെസ് മാറി കിട്ടും. പിന്നെ നമുക്ക് അലോവേര ജെല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ മഞ്ഞക്കറയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു ഹെന്നയ്ക്കകത്ത് യൂസ് ചെയ്യാം. വളരെ നല്ലതാണ്. പറഞ്ഞാൽ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ തലമുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും തലമുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കും. അപ്പോൾ ഈ ചെമ്പരത്തി ഇലയൊക്കെ നമുക്ക് മിക്സിയിലൊക്കെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വേണമെങ്കിൽ നെല്ലിക്ക ചേർക്കാം. പച്ച നെല്ലിക്ക ഇല്ലെങ്കിൽ നമുക്ക് പൊടി നെല്ലിക്ക ചേർക്കാം. അങ്ങനെ ഹെന്ന നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇൻഡിഗോ പൗഡർ ചേർത്തും നമുക്ക് അപ്ലൈ ചെയ്യാം. തലമുടിക്ക് വളരെ നല്ലതാണ്. തലമുടിക്ക് നല്ലൊരു കറുത്ത നിറവും കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഹെന്ന ഉണ്ടാക്കുവാണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ തേക്കാം, പക്ഷേ ചിലപ്പോൾ ജലദോഷം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണക്കി പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മൾ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. തലമുടി നന്നായിട്ട് വളരാനും തിക്കായിട്ട് വളരാനും നല്ലൊരു ഹെയർ ഗ്രോത്തിനും പിന്നെ ഹെയർ ഫോളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും. പിന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കടയിൽ തന്നെ എല്ലാം പൊടികൾ നമുക്ക് കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡിൻ്റെ പൊടികൾ വാങ്ങാം. നെല്ലിക്ക പൊടി, ഭൃംഗരാജ് പൊടി, ഇൻഡിഗോ പൗഡർ, ഹെന്ന പൗഡർ അങ്ങനെയൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് അതിനകത്ത് എഴുതിയ രീതിയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എന്നാലേ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഈ റഫ്നെസ് മാറാൻ വേണ്ടി എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഏത് എണ്ണയാണ് തലയിൽ പുരട്ടുന്നത് ആ എണ്ണ തന്നെ ഈ ഒരു ഹെന്നയ്ക്കകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലമുടിയിലും തലയോട്ടിലൊക്കെ അപ്ലൈ ചെയ്യും. പിന്നെ വേണമെങ്കിൽ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യണമെങ്കിൽ ഒരു മുട്ടയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. തലമുടിയിൽ പറഞ്ഞാൽ ഹെന്നയ്ക്കകത്ത് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു അരമണിക്കൂർ മുന്നേ തന്നെ മുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. വളരെ നല്ലതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.